കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫിന് 84 വയസ്സ്. 1941 ജൂൺ 22-നായിരുന്നു പി ജെ ജോസഫിൻ്റെ ജനനം. രാഷ്ട്രീയ കേരളത്തിൽ പി ജെ എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന ഒരേ ഒരു നേതാവാണ് പി ജെ ജോസഫ്. പാർട്ടിക്കാർക്കിടയിൽ ചെയർമാൻ എന്നും അറിയപ്പെടും. പി ജെ എന്നത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലും പൊതുമനസ്സിലും പണ്ടേ പതിഞ്ഞുപോയ ഒരു പേരാണ്, ഒരു തണ്ടപ്പേരാണ്. സ്വന്തം പക്ഷത്തും മറുപക്ഷത്തുമുള്ളവർ സ്നേഹത്തോടും മറിച്ചും പറയുന്നത് പി ജെ എന്ന് തന്നെയാണ്. കേരളത്തിലും പ്രത്യേകിച്ച് പൊതുജീവിതത്തിൽ ജോസഫ് എന്ന പേരുള്ള ധാരാളം പേരുണ്ട്. പക്ഷേ അനുഭവത്തിൽ അവിടെയും ജോസഫ് എന്ന് മാത്രം പറഞ്ഞാൽ അതും പി ജെ ജോസഫ് തന്നെ. രാഷ്ട്രീയത്തിൽ പേരെന്ന് പറഞ്ഞാൽ സൽപ്പേരെന്നൊരർത്ഥം കൂടിയുണ്ട്. ആ വകയിലും പി ജെ ഭാഗ്യവാനാണ്. ദീർഘകാല എം.എൽ.എയും പലതവണ മന്ത്രിയുമായപ്പോഴും അഴിമതി കേസുകളിലൊന്നും ചെന്നുപെട്ടിട്ടില്ലെന്ന് തന്നെ പറയാം. സത്യസന്ധൻ എന്ന സൽപ്പേരിന് കളങ്കമൊന്നും ഉണ്ടായതുമില്ല. ആദ്യം മന്ത്രിയായത് തന്നെ ആഭ്യന്തരമന്ത്രിയായിട്ടായിരുന്നുവെന്ന് ഓർക്കണം. അങ്ങനെ ആരും കേരള രാഷ്ട്രീയത്തിലില്ല. ആ റെക്കോർഡ് പി ജെക്ക് സ്വന്തം. പിന്നീട് കൈകാര്യം ചെയ്തത് റവന്യൂവും വിദ്യാഭ്യാസവും പൊതുമരാമത്തും ഹൗസിങ്ങും ജലസേചനവും അടക്കം ജനങ്ങളുമായി നേർബന്ധം പുലർത്തുന്ന വകുപ്പുകളായിരുന്നു. ഇഷ്ടമുണ്ടായിട്ടും നല്ലൊരു കർഷകനായിട്ടും എന്തുകൊണ്ടാണ് കൃഷി വകുപ്പ് മാത്രം പി ജെക്ക് കിട്ടാതെ പോയതെന്ന് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. ഇന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടം കൃഷിയോടും സംഗീതത്തോടുമാണ്. പി ജെക്ക് കൃഷി ഫാഷനല്ല, പക്ഷേ പാഷനാണ്. സംഗീതവും അങ്ങനെയാണ്. രണ്ടും ആസ്വദിക്കുന്നയാളാണ്. കൃഷി രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെങ്കിൽ സംഗീതം ആർജിച്ചെടുത്ത സിദ്ധിയാണ്. ഇതൊക്കെയാണെങ്കിലും പി ജെക്ക് രാഷ്ട്രീയം സാന്ദർഭികമായി സംഭവിച്ചതാണെന്ന് പറയുന്നവരുണ്ട്. സത്യം മറിച്ചാണ്. കൃഷി പിതൃവഴിയിൽ വന്നതാകാം. പക്ഷേ പിതാവ് പുറപ്പുഴ പാലത്തിനാൽ കുഞ്ഞേട്ടൻ 12 വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. രാഷ്ട്രീയ മാതൃവഴിയിൽ വന്നതുമാകാം. അമ്മ വീട് പാലായിലാണ്. മാതൃ സഹോദരൻ വാഴയിൽ കുഞ്ഞച്ചൻ എന്ന ഡൊമിനിക് സിറിയക് സ്വാതന്ത്ര്യ സമരത്തിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ പി ടി ചാക്കോ, പ്രൊഫസർ കെ എം ചാണ്ടി, ചെറിയങ്കാപ്പൻ തുടങ്ങിയവർക്കൊപ്പം പ്രവർത്തിച്ചയാളാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്തായിരുന്നുവെന്ന് പി ജിയോട് ആരെങ്കിലും ചോദിച്ചാൽ കിട്ടുന്ന ഏക ഉത്തരം ഡോക്ടർ ശാന്ത എന്നാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോട്ടയത്ത് നിന്ന് തൻ്റെ പാർട്ടി സ്ഥാനാർത്ഥിയുടെ വിജയമാവണം ഇപ്രാവശ്യം പി ജെക്ക് ജനങ്ങൾ നൽകിയ ഏറ്റവും സന്തോഷജനകമായ ജന്മദിന സമ്മാനം.